തൃശൂർ പോട്ടയിലെ ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിൽ ഇരുട്ടിൽ തപ്പി പോലീസ് 23 മണിക്കൂർ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് സൂചനകളില്ല. ജീവനക്കാരെ ബന്ദിയാക്കി 15 ലക്ഷം രൂപ കവർന്ന ശേഷം പ്രതി രക്ഷപ്പെട്ടത് തൃശൂർ ഭാഗത്തേക്കാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതി സംസ്ഥാനം വിടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ബാങ്കിന് മുന്നിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. സൂരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. 24 മണിക്കൂർ പിന്നിടുമ്പോഴും പോലീസിനെ സംബന്ധിച്ച് കാര്യമായ സൂചനകളില്ല എന്നുള്ളതാണ് അന്വേഷണത്തിന് വെല്ലുവിളിയായി തീരുന്നത്. ആകെയുള്ളത് ഈ മോഷ്ടാവ് ഉപയോഗിച്ച സ്കൂട്ടർ മാത്രമാണ്. ഗ്രേ കളർ എൻഡോർക്ക് സ്കൂട്ടർ ഉപയോഗിച്ചു എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലയിൽ തന്നെ ഈ സ്കൂട്ടർ വാങ്ങിയ ആളുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ പോലീസ് തേടിയിട്ടുണ്ട്. ഈ നിറത്തിലുള്ള സ്കൂട്ടർ സ്വന്തമാക്കിയവരുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സ്കൂട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം ഈ ചാലക്കുടിയിലടക്കം എത്തിയവരുടെ ലിസ്റ്റ് പട്ടിക തയ്യാറാക്കുക. അതോടൊപ്പം തന്നെ ജില്ലയിൽ ആരൊക്കെയാണ് ഈ സ്കൂട്ടർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ആരുടെയൊക്കെ പേരിലാണ് ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് സംബന്ധിച്ച് ഈ വാഹന കമ്പനിയോടക്കം പോലീസ് ഇതിനോടകം തന്നെ വിശദീകരണം തേടിയിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും നിർണായകമായി മാറുക CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. ഇന്നലെ മോഷ്ടാവ് ഇവിടെ നിന്ന് മടങ്ങിയതിനു ശേഷമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. അങ്ങനെയാണ് ഈ ആദ്യഘട്ടത്തിൽ എറണാകുളത്തേക്കാണ് പ്രതി സഞ്ചരിച്ചിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നെങ്കിലും അവിടെ നിന്ന് പ്രതി U-ടേൺ എടുത്തുകൊണ്ട് തൃശ്ശൂരിലേക്ക് എത്തിയെന്ന നിർണായക കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയത് പോലും ഈ CCTV ദൃശ്യങ്ങളടക്കം വ്യാപകമായി ശേഖരിച്ചതിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ഈ CCTV ദൃശ്യങ്ങളിൽ കൂടുതൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ കൂടി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. അതായത് ഈ പ്രതി ഏതെങ്കിലും ഘട്ടത്തിൽ ഈ വാഹനം മാറി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനുള്ള ഒരു നീക്കമാണ് പോലീസിനെ സംബന്ധിച്ച് നടത്തുന്നത്. പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്, പ്രതിയെ പിടികൂടും, അത് പോലീസ് ഉറപ്പിക്കുന്നു. പക്ഷേ ദ്രുതഗതിയിലൊരു ആക്ഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ കേസിനകത്ത് അത് നടക്കില്ല എന്നുള്ളത് പോലീസ് തന്നെ പറയുന്നുണ്ട്. കാരണം ഏറെ സങ്കീർണമാണ് ഈ കേസ്. ഒരു ഘട്ടത്തിൽ പോലും പ്രതി ഈ താൻ ആരാണെന്ന് തിരിച്ചറിയുന്ന ഒരു തെളിവുകളും അവശേഷിപ്പിക്കാതെയാണ് ഈ പ്രതി പോയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഈ കൊരട്ടിയിലേക്കടക്കം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പ്രതി യാത്ര ചെയ്തതെന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഈ കേസിൽ തെളിവുകളുടെ അഭാവം വളരെയേറെ പോലീസിനെ വെല്ലുവിളി തീർക്കുന്നുണ്ട്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലൂടെ ഈ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. ഇന്നും ഈ ബാങ്ക് ജീവനക്കാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തി അവരുടെ മൊബൈൽ ഫോൺ ഇന്നലെ പോലീസ് പിടിച്ചെടുത്തതാണ്. ആ മൊബൈൽ ഫോണിലെ വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു. അതോടൊപ്പം തന്നെ ഇവരുടെ ഫോൺ രേഖകളടക്കം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. എന്തായാലും അധികം വൈകാതെ പ്രതി പിടിയിലാകും എന്ന് പോലീസ് പറയുമ്പോഴും ഈ പ്രതി ഇപ്പോഴും കാണാമറയത്ത് തന്നെ മണിക്കൂറുകളായി തുടരുന്ന ഒരു സാഹചര്യവുമുണ്ട്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. വല്ലാത്തൊരു കവർച്ചയായിരുന്നല്ലേ അത്. കത്തി മുനയിൽ 15 ലക്ഷം രൂപയല്ലേ കവർന്നത് അല്ലേ? 15 ലക്ഷം രൂപ. ഇന്നലെ നമ്മുടെ വിമൻസ് ഈവനിങ്ങിന്റെ സമയത്തായിരുന്നു, കീർത്തനയൊന്നുമില്ല ഉണ്ടായില്ലല്ലോ. അപ്പോഴായിരുന്നു ഈ പുകില് മുഴുവനും പട്ടാപ്പകൽ കൊള്ള. പക്ഷെ ഇതുവരെ ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു നമ്മൾ ആദ്യം വിചാരിച്ചു ഇയാൾ ഇത്ര മണ്ടനാണോ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇത്ര പെട്ടെന്ന് പിടിക്കാൻ പറ്റും എന്നാണ് വിചാരിച്ചത്. 2 മിനിറ്റ് കൊണ്ട് കാര്യം നടത്തി പോയി എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നത്. ഉടൻ പിടികൂടുന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷെ എവിടെയാന്നുള്ള ഒരു ധാരണയില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ സൂരജ് സജി പറഞ്ഞു വെച്ചത്.